ചെണ്ടുമല്ലിപ്പൂക്കളുടെ സൗന്ദര്യശോഭയിൽ കോടനാട് പോലീസ് സ്റ്റേഷൻ മുറ്റം. പോലീസ് സ്റ്റേഷന്റെ മുൻവശത്തെ കാട് പിടിച്ചുകിടന്ന പ്രദേശം മനോഹരമാക്കുന്നതിന്റെ ഭാഗമായാണ് ഇവിടെ ചെണ്ടുമല്ലി പൂന്തോട്ടം ഒരുക്കിയത്. പോലീസ് സ്റ്റേഷനിലേക്ക് കയറി ചെല്ലുമ്പോൾ ഗേറ്റ് കടന്നാൽ വലതുവശത്താണ് ഈ പൂന്തോട്ടം. ഇവിടെ മഞ്ഞയും ഓറഞ്ചും നിറത്തിലുള്ള ധാരാളം ചെണ്ടുമല്ലിപ്പൂക്കൾ പൂത്തുവിടർന്നു നിൽക്കുന്നു. ഇവയ്ക്ക് ചുറ്റും പാറിക്കളിക്കുന്ന പൂമ്പാറ്റകളും വണ്ടുകളും വേറെ. പോലീസ് സ്റ്റേഷനിലെ SI ജോബി ജോർജിന്റെ മനസ്സിലുദിച്ച ആശയമാണ് ഇതുപോലൊരു പൂന്തോട്ടത്തിന് കാരണം. കാട് പിടിച്ചുകിടന്ന ഈ പ്രദേശം വെട്ടിവെളുപ്പിച്ച പോലീസ് സ്റ്റേഷന് തൊട്ടടുത്തുള്ള സ്വകാര്യ ഫാമിൽ നിന്ന് കുറച്ച് ചെണ്ടുമല്ലി വിത്തുകൾ വാങ്ങി കൃഷി ചെയ്തു. വനിതാ സിവിൽ പോലീസ് ഓഫീസർ ചന്ദ്രലേഖയും മറ്റ് സഹപ്രവർത്തകരും ചേർന്ന് ഇതിന് കൃത്യമായ ഇടവേളകളിൽ വെള്ളവും വളവും നൽകി. രാവിലെ തങ്ങളുടെ ജോലി തുടങ്ങുന്നതിനു മുൻപും വൈകിട്ട് ജോലി കഴിഞ്ഞതിനു ശേഷവുമാണ് ഈ ചെണ്ടുമല്ലി തോട്ടത്തെ പരിചരിക്കാൻ പോലീസുകാർ സമയം കണ്ടെത്തിയത്. ജോലിയുടെ പിരിമുറുക്കങ്ങൾക്കിടയിലും ഇതുപോലുള്ള പ്രവർത്തനങ്ങൾ വലിയ സന്തോഷവും ഊർജവും പകരുന്നതാണെന്ന് ഈ പോലീസുകാർ വ്യക്തമാക്കുന്നു. ഓണത്തിന് കുറച്ച് പൂവുകൾ കിട്ടണം എന്നെഴുതി കുറച്ച് പൂച്ചെടികൾ വെക്കാമെന്ന് തീരുമാനിച്ചാണ് ഇങ്ങനെ ഒരു പൂന്തോട്ടം ഉണ്ടാക്കിയത്. ഭാഗ്യവശാൽ അത് വളരെ നന്നായി വളർന്നു വന്നു. സമയത്ത് നമുക്ക് വളപ്രയോഗവും മറ്റ് എല്ലാം കാലാവസ്ഥയും എല്ലാം അനുകൂലമായി വന്നു. അങ്ങനെ അത് നല്ലൊരു പൂന്തോട്ടമായി വന്നു. എല്ലാ സ്റ്റേഷനുകൾക്കും ഇതൊരു മാതൃകയാക്കാവുന്നതാണ്. കാരണം നമുക്ക് സ്റ്റേഷൻ കോമ്പൗണ്ടുകളിൽ പുല്ല് പിടിച്ച് അല്ലെങ്കിൽ കാട് പിടിച്ച് ഉപയോഗശൂന്യമായി കിടക്കുന്ന ധാരാളം സ്ഥലമുണ്ട്. അവിടെയൊക്കെ ഇങ്ങനെ കൃഷി ചെയ്ത് കഴിഞ്ഞാൽ വരുന്നവർക്കും ഒരു മനസ്സിന് സന്തോഷമുണ്ടാക്കുന്ന കാഴ്ചയായിട്ട് മാറും. വരും നാളുകളിൽ ബാക്കിയുള്ള സ്ഥലത്തും ഇതുപോലുള്ള വ്യത്യസ്തങ്ങളായ കൃഷിരീതികൾ പരീക്ഷിക്കാനുള്ള ഒരുക്കത്തിലാണ് കോടനാട് പോലീസ് സ്റ്റേഷനിലെ SI ജോബി ജോർജും കൂട്ടരും. ഇൻലൈറ്റ് ന്യൂസ്, അങ്കമാലി.